പശ്ചിമ ബംഗാളിൽ അധികാരം പിടിച്ചെടുത്തതിന് പിന്നാലെ ജനങ്ങളെ ഭീതിയിലാഴ്ത്തി ബി.ജെ.പി. സർക്കാരിന്റെ ക്രൂരമായ അടിച്ചമർത്തൽ. ഉത്തർപ്രദേശിലെയും അസമിലെ തീവ്ര വർഗീയ ന്യൂനപക്ഷ വിരുദ്ധ മാതൃകകൾ കടമെടുത്തുകൊണ്ട് സാധാരണക്കാരെയും ന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ബുൾഡോസർ രാഷ്ട്രീയമാണ് പുതിയ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ ബംഗാളിൽ അരങ്ങേറുന്നത്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇരയായിരിക്കുകയാണ് കൊൽക്കത്തയിലെ ജാദവ്പൂർ. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ യാതൊരുവിധ മുൻകൂർ നോട്ടീസോ നിയമപരമായ നടപടിക്രമങ്ങളോ പാലിക്കാതെയാണ് ജാദവ്പൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ 35ഓളം കടകളും താൽക്കാലിക നിർമ്മിതികളും ബുൾഡോസറുകൾ ഉപയോഗിച്ച് അധികൃതർ തകർത്തു കളഞ്ഞത്. പാവപ്പെട്ട കച്ചവടക്കാരുടെ ഏക ജീവിതോപാധിയാണ് ഒരൊറ്റ രാത്രി കൊണ്ട് ഫാസിസ്റ്റ് സർക്കാർ ഇല്ലാതാക്കിയത്. ഇതോടെ നിരവധി കുടുംബങ്ങളാണ് വഴിയാധാരമായത്. സംഘപരിവാറിന്റെ മുസ്ലിം വിരുദ്ധത ന്യൂനപക്ഷ വിദ്വേഷച്ചിൽ വാർത്തെടുത്തതാണ് സുവേന്ദു അധികാരിയുടെ പുതിയ ഭരണമെന്ന് പ്രതിപക്ഷ സംഘടനകൾ ഒന്നടങ്കം കുറ്റപ്പെടുത്തി. ബംഗാളിൽ ഭയത്തിന്റെ അന്തരീക്ഷമുണ്ടാക്കി ജനങ്ങളെ നിശബ്ദരാക്കാനാണ് ബി.ജെ.പി. ശ്രമിച്ചത്. അർദ്ധരാത്രിയിലെ ഈ ക്രൂരത തടയാനും പാവപ്പെട്ട വ്യാപാരികൾക്ക് സംരക്ഷണമൊരുക്കാനുമായി സംഭവ സ്ഥലത്തെത്തിയ പ്രാദേശിക ജനവിഭാഗങ്ങളെയും സുവേന്ദു അധികാരിയുടെ പോലീസ് ക്രൂരമായാണ് തല്ലിച്ചതച്ചത്. ഇതിനെതിരെ ജാദവ്പൂർ സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ നടത്തിയ ജനാധിപത്യപരമായ പ്രതിഷേധത്തിന് നേരെയും പോലീസ് കടുത്ത ലാത്തിച്ചാർജ് അഴിച്ചുവിട്ടു. അർദ്ധരാത്രിയിൽ നടന്ന ഈ ക്രൂരമായ പോലീസ് വേട്ടയിൽ നിരവധി വിദ്യാർത്ഥികൾക്കും സാധാരണക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റു. തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങളെല്ലാം കാറ്റിൽ പറത്തി അധികാരം കിട്ടിയ ഉടൻ തന്നെ ജനങ്ങളുടെ നെഞ്ചിലേക്ക് ബുൾഡോസറുകൾ കയറ്റിയിറക്കുന്ന ക്രൂരതയാണ് ബംഗാളിൽ കാണുന്നത്. ജാദവ്പൂരിലെ ഈ ഏകപക്ഷീയമായ ഒഴിപ്പിക്കൽ നിയമവാഴ്ചയോടുള്ള പരസ്യമായ വെല്ലുവിളിയും സുവേന്ദു അധികാരിയുടെ ഫാസിസ്റ്റ് ഭരണരീതിയുടെ തെളിവുമാണെന്നാണ് പ്രതിപക്ഷ വക്താക്കൾ പ്രതികരിച്ചത്. വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഈ ജനവിരുദ്ധ ഫാസിസ്റ്റ് നയങ്ങൾക്കെതിരെയും ബുൾഡോസർ രാജിനെതിരെയും സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ പ്രതിരോധം ഉയർത്താനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. വോട്ട് വാങ്ങി ജനങ്ങളെ വഞ്ചിച്ച ബി.ജെ.പി. സർക്കാരിന് ബംഗാളിന്റെ മണ്ണിൽ ശക്തമായി തിരിച്ചടി നൽകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് കൊടുത്തു.